യേശു കർത്താവ് യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ ശേഷം മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു. അവിടെ 40 ദിവസം ഉപവസിച്ചുവെന്നും പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു എന്നും ലൂക്കോസ് 4:2 നമ്മൾ വായിക്കുന്നു. പരീക്ഷകൻ അടുത്തു വരുമ്പോൾ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ടതായ 3 പ്രധാന കാര്യങ്ങൾ ഈ വേദഭാഗത്ത് നമുക്ക് പഠിക്കാൻ കഴിയും. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. നമ്മൾ എവിടെ ബലഹീനപ്പെട്ടിരിക്കുന്നുവോ അത് പരീക്ഷകന്റെ ആയുധമാണ്. ഡെവിൾ ടെംപ്റ്റ് യു അറ്റ് യുവർ വീക്കസ്റ്റ് പോയിന്റ്. ജീവിതത്തിൻ്റെ ഏത് മേഖലയാണോ ബലഹീനപ്പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അത് ദൈവമുമ്പാകെ സറണ്ടർ ചെയ്താട്ടെ. രണ്ടാമതായി, പിശാച് അവനോട് നീ ദൈവപുത്രനെങ്കിൽ ഹി ചലഞ്ചസ് യുവർ ഐഡന്റിറ്റി. യേശു യോർദാനിൽ സ്നാനമേൽക്കുമ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന സ്വർഗീയ ശബ്ദമുണ്ടായി എന്ന് നാം വായിക്കുന്നു. സ്വർഗം നിന്നെക്കുറിച്ച് കൺഫേം ചെയ്തതിനെ പിശാച് ചലഞ്ച് ചെയ്യും. യേശു തൻ്റെ ഐഡന്റിറ്റിയെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചില്ല. യേശുവിന് തൻ്റെ ഐഡന്റിറ്റിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. നോ യുവർ ഐഡന്റിറ്റി ഇൻ ദ ലോർഡ്. ഈ വേദഭാഗത്ത് നമുക്ക് 3 ചോദ്യങ്ങളും 3 ഉത്തരങ്ങളും കാണാൻ കഴിയും. പരീക്ഷകന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള യേശുവിന്റെ മറുപടി ദൈവവചനത്തിൽ നിന്നായിരുന്നു. ജീവിതത്തിൽ നാം നേരിടുന്ന ഏത് പരീക്ഷകൾക്കുമുള്ള മറുപടി ദൈവവചനത്തിനകത്തുണ്ട്. ദൈവവചനത്തിൽ അടിയുറച്ച് ജീവിതത്തിൽ വരുന്ന പരീക്ഷകളെ അതിജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.